ഇടി മോളെ ഇരി പുഴ മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് എവിടുന്നാ കിട്ടിയേ? പുഴയെന്ന് പിടിച്ചത്. അതെ, നല്ല പുഴമീനാണല്ലോ. ഇതെനിക്ക് നന്നാക്കാൻ അറിയില്ല. അച്ഛൻ നന്നാക്കി തരുവാണെങ്കിൽ ഞാൻ കറി വെച്ച് തരാം. നന്നാക്കി തരും. ഒന്നാണ് കൊണ്ടേ നന്നാക്കും കേട്ടാ. ഞാൻ കറി വെക്കാനുള്ളതൊക്കെ ശരിയാക്കാം. എല്ലാവർക്കും പുഴമീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അത് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്, കഴിക്കാൻ നല്ലതൊക്കെയാണെന്നൊക്കെ പറയും. പക്ഷെ അത് കഴിക്കേണ്ട വിധത്തിലാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ്റെ ഇവിടെ ചാരൊക്കെ ഇട്ട് ഉരച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീനൊക്കെ അതേ നല്ല വൃത്തിയാക്കി അച്ഛൻ്റെ തന്നിട്ടുണ്ട്, കഴുകിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടാ. നമുക്കിനി അത് കറി വെച്ചാ മതി. നമ്മളിവിടെ കൂടുതലും ഇങ്ങനെയാണ് കേട്ടാ കറി വെക്കാറുള്ളത്. ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ വെച്ചാലാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അത് നമ്മൾ കുറച്ച് വറക്കാനും കുറച്ച് കറി വെക്കാനും എടുത്തു. നമ്മൾ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് തിരുമ്മി മിക്സ് ചെയ്യാം. ഒരുപാട് തിരുമ്മി മിക്സ് ചെയ്ത് മീൻ ഉടഞ്ഞു പോകരുത്. തിരുമ്മി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഈ കറിവേപ്പ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കറിവേപ്പാണ് കേട്ടോ. നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. ഇവിടെ അച്ഛനും ഏട്ടനും ഇങ്ങനെ കറി വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ ഞങ്ങളാണെങ്കിൽ മീൻകറി കൂട്ടത്തുമില്ല. അവർക്കാണെങ്കിൽ ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും കൂടുതലും വെച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു 3-4 കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻകറി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ പണി കഴിയില്ല ഇങ്ങനെയൊക്കെ കറി വെക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മുടെ ഉച്ചയൂണിനുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ കുറച്ച് വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മീനിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കുറച്ച് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മസാലയൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾക്ക് മീൻ നന്നാക്കിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പലിഞ്ഞീനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അതിലേക്കും കൂടെ കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മീനൊക്കെ നന്നായി മസാല തേച്ച് വെച്ചു. നമ്മളിത് കറി വെക്കാനായിട്ട് മുന്നേ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളൊരു കറി വെക്കുമ്പോൾ അതിൽ എന്തായാലും അതൊരു ഓർഡറിൽ കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളത് എല്ലാം കൂടി ഒരുമിച്ചാക്കിയതാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ മീനൊക്കെ വറുത്തെടുത്തു. ഇനി നമ്മൾക്ക് എന്തെങ്കിലും കറി വെക്കണ്ടേ? അവർക്ക് അച്ഛനും മോനുള്ള കറിയൊക്കെ ആയി. എനിക്കും അമ്മയ്ക്കും എന്തെങ്കിലും തോരൻ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നത് നന്നാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മൾ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചു. ചക്കക്കുരു പകുതി വേവായപ്പോ നമ്മൾ അതിലേക്ക് കുറച്ച് പയർ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചപ്പയർ. അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുത്തുമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടാ. അതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവും പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ വെള്ളം വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് നല്ല അടിപൊളി തോരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. എനിക്കിങ്ങനെ തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി എരിവ് കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ, പക്ഷെ ഞങ്ങൾക്ക് ഇത്തിരി എരിവൊക്കെ ഉള്ളത് ഇഷ്ടമാണ് കേട്ടാ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള സ്പെഷ്യലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.